ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്ത് പരിശോധന നടത്തും. സ്വർണ്ണപ്പാളികളിൽ കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ വാതിൽ സ്പോൺസർ ചെയ്തപ്പോൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയ പഴയ വാതിലും പരിശോധനയ്ക്ക് വിധേയമാക്കും. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വീണ്ടും SIT സന്നിധാനത്ത് പരിശോധന നടത്താൻ പോവുകയാണ്. ഹൈക്കോടതിയിൽ ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്നലെ SIT ഹൈക്കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ട്, അതുപോലെ തന്നെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSയിൽ നടത്തിയ ഈ സാമ്പിളുകൾ, ശബരിമലയിൽ നിന്ന് ശേഖരിച്ച സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകളുടെ പരിശോധനാ ഫലം എന്നിവ ഇന്നലെ കോടതി വിശദമായി പരിഗണിച്ച ആ ഘട്ടത്തിൽ കോടതി തന്നെ പറഞ്ഞത് ആസൂത്രിതമായ ഒരു കവർച്ചയാണ് നടന്നിട്ടുള്ളത് ശബരിമലയിൽ എന്നുള്ള കാര്യമാണ്. അതായത് ഈ പാളികളിൽ നിന്ന് സ്വർണം അത് കൊണ്ടുപോയ പാളികളല്ല തിരികെ എത്തിയിരിക്കുന്നത്, വലിയ രീതിയിലുള്ള മോഷണം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട് എന്നുള്ളതാണ് കോടതി ഇന്നലെ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ കോടതി പറഞ്ഞ റിപ്പോർട്ടിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അന്ന് 1998 UB ഗ്രൂപ്പ് ഈ സ്വർണം പൂശുമ്പോൾ അന്ന് അതിൽ ഈ പാളികളിൽ അക്രിലിക്, അതുപോലെ തന്നെ നിക്കൽ, പോളിമർ എന്നീ 3 കാര്യങ്ങളുടെ അല്ലെങ്കിൽ ആ ഘടകങ്ങൾ അതിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ഇത് പൂശി തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇതിൽ നിക്കലിൻ്റെ സാന്നിധ്യമുണ്ട്, അതുപോലെ തന്നെ ഈ പോളിമറിൻ്റെ സാന്നിധ്യമുണ്ട്, അക്രിലിക്കിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് ഈ കൊള്ള നടന്നിട്ടുണ്ട്, അതിലെ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കൊണ്ടുപോയ പാളികളല്ല തിരികെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിശദമായി തന്നെ ഈ പരിശോധന നടത്തിയ വിദഗ്ധരായിട്ടുള്ള VSSയിലെ വിദഗ്ധരുടെ മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ SITക്ക് ഹൈക്കോടതി ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏതായാലും ആ കാര്യങ്ങളിലേക്കൊക്കെ SIT വരും ദിവസങ്ങളിൽ കടക്കും. അതിന് മുന്നോടിയായി ഇന്നലെ SITക്ക് 2 പരിശോധനയ്ക്ക്, ഈ സന്നിധാനത്തുള്ള പരിശോധനയ്ക്കും ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് 2 വാതിലുകളാണ്. അതായത് ശ്രീകോവിലിൻ്റെ 2 വാതിലുകൾ, ആ പഴയ വാതിലുകളാണവ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ 1ാം പ്രതി സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴുള്ള 2 വാതിലുകൾ സ്പോൺസർ ചെയ്തിരുന്നു. ആ വാതിലുകൾക്ക് പകരം ആ വാതിലുകൾ സ്ഥാപിച്ചപ്പോൾ പഴയ വാതിലുകൾ നിലവിൽ ശബരിമലയിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ വാതിലുകൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്വർണ്ണ വാതിലുകളിൽ, അതും സ്വർണം പതിച്ച വാതിലുകളാണ്, ആ വാതിലുകളിൽ നിന്നും മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് SITക്ക് നിലവിൽ ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പരിശോധന നടക്കുന്നത്. ഇന്ന് ഏതായാലും SIT സംഘം ഇന്നലെ തന്നെ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. SIT സംഘം ഈ സന്നിധാനത്തെ സ്ട്രോങ് റൂമിലെത്തി ഈ വാതിലുകൾ പരിശോധിക്കും, അതിൻ്റെ അളവുകൾ പരിശോധിക്കും, അതിൻ്റെ ഈ സ്വർണം പൂശിയ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കും, അതിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഇതിലും അതായത് ഈ കട്ടിളപ്പാളിയും ദ്വാരപാലകപ്പാളികളും മാത്രമല്ല, വാതിലുകളിൽ നിന്നും സ്വർണ്ണമോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് പോകുന്നത്. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പരിശോധന ഇന്ന് നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ശ്രീകോവിലിലെ പ്രഭാമണ്ഡലങ്ങളുടെ സാമ്പിളുകൾ കൂടി ശേഖരിക്കുന്നുണ്ട്. മാത്രമല്ല ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്നുകൂടി സാമ്പിളുകൾ ശേഖരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കൊടിമരം 2017 പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം സ്ഥാപിച്ചു. ആ ഘട്ടത്തിൽ കൊടിമരത്തിലുണ്ടായിരുന്ന അഷ്ടദിക്പാലകർ അവർ എവിടേക്ക് അതെങ്ങോട്ട് മാറ്റി എന്നുള്ളതിലൊക്കെ വിവരമുണ്ടായിരുന്നില്ല. ഏതായാലും അത് സ്ട്രോങ് റൂമിലുണ്ടോ എന്നുള്ള കാര്യവും കൂടി പരിശോധിക്കുന്നുണ്ട്. 2017 കൊടിമര നിർമ്മാണവും ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ആ പരിശോധന ഇന്നിപ്പോൾ രാവിലെ തന്നെ തുടങ്ങുകയും ചെയ്യും. ആ പരിശോധനയിൽ നിന്ന് പ്രധാനമായും ഈ പഴയ വാതിലുകൾ, സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ വാതിലുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതിൻ്റെ സാമ്പിളുകൾ അടക്കം പരിശോധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. അതുപോലെ തന്നെ ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കലും ഇപ്പോൾ അന്വേഷണ പരിധിയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും മറ്റൊന്നുള്ളത്,
കൂടുതൽ അറസ്റ്റിലേക്കൊക്കെ SIT പോകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇന്നലെ കോടതി ഈ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ അറസ്റ്റിലേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിലെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നില്ല എന്ന് കോടതി ഒരു വാക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല 2024-25 കാലത്ത് നടന്ന ഇടപാടുകൾ കൂടി അന്വേഷണ പരിധിയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 5 പേർ ഇപ്പോൾ SITയുടെ നിരീക്ഷണത്തിലാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അവരുടെ അറസ്റ്റ് ഒരുപക്ഷെ ഉടൻ തന്നെ ഈ കേസിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഇന്ന് SITയുടെ നിർണായക പരിശോധന സന്നിധാനത്ത് നടക്കാൻ വേണ്ടി പോവുകയാണ്. മാത്രമല്ല ഇത് അങ്ങനെ ഈ പരിശോധനാ ഫലം ഇപ്പോൾ തന്നെ വലിയ ഒരു മോഷണത്തിന്റെ സൂചനകൾ നൽകുമ്പോൾ ഇനി ഈ പഴയ വാതിലിൽ നിന്നുള്ള സ്വർണവും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷണത്തിലേക്ക് വരികയും ചെയ്യുന്നത്. ശരി, വ്യക്തമാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SIT ഇന്ന് സന്നിധാനത്ത് വീണ്ടും പരിശോധന നടത്താൻ പോവുകയാണ്. സ്വർണ്ണപ്പാളികളെ കൂടുതൽ സാമ്പിളുകളും ഒക്കെ ശേഖരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ വാതിൽ സ്പോൺസർ ചെയ്തപ്പോൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയ പഴയ വാതിലും പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ആന്റണി ജസ് ജോർജാണ്.